വീട് പണി കഴിഞ്ഞ ശേഷം വേണ്ടായിരുന്നു, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഐഡിയ ഉപയോഗിക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ഗ്രൂപ്പിൽ പലപ്പോഴും ചോദ്യം കാണാറുണ്ട്. എനിക്ക് തോന്നിയ ചില അനുഭവങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. വീടിൻ്റെ സിറ്റ് ഔട്ട് ഇറ്റാലിയൻ മാർബിൾ വിരിച്ചത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട്. കാരണം വിരിക്കുന്ന സമയത്ത് നല്ല ഭംഗിയും ഫിനിഷിങ്ങും വൃത്തിയൊക്കെ ഉള്ള ഒരു സംഭവമാണ്, നല്ല ഡിസൈനൊക്കെ കിട്ടുന്ന ഒരു സംഭവമാണ് ഇറ്റാലിയൻ മാർബിൾ. പക്ഷേ ഇത് മഴയും വെയിലും കൊള്ളുന്ന ഭാഗത്ത് ഉപയോഗിക്കാൻ ഒട്ടും നല്ലതല്ല. എൻ്റെ ഒരു അനുഭവമാണ്. വീടിൻ്റെ അകത്തൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ വീട് പണിയുന്ന സമയത്തുള്ള ഒരു ട്രെൻഡിങ് ആയിരുന്നു പറകോളകൾ. അതുകൊണ്ട് വീടിൻ്റെ സിറ്റ് ഔട്ട് മുഴുവൻ നല്ല ഏരിയയോളം, ഏകദേശം 70ഓളം പറകോളകൾ വീടിൻ്റെ ഫ്രണ്ടിൽ അന്ന് പണിത് വെച്ചായിരുന്നു. പറകോളകളുടെ മുകളിലിട്ട ഗ്ലാസ് പൊട്ടിപ്പോയി, ഗ്ലാസ് ലീക്ക് വന്ന് പിന്നീട് വെള്ളം ഓവർഫ്ലോ ചെയ്തിട്ട് നമുക്ക് വീടിൻ്റെ സിറ്റ് ഔട്ടിലും സ്റ്റെപ്പുമൊക്കെ വീഴുന്നൊരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ അതിനുശേഷം ഞാൻ പിന്നീട് പറകോളകളെ മുകളിലിട്ട ഗ്ലാസ് മാറ്റിയിട്ട് അതിനെ കവർ ചെയ്തിട്ട് വേറൊരു അഡീഷണൽ വർക്ക് എനിക്ക് രണ്ടാമത് ചെയ്യേണ്ടി വന്നു. അത് രണ്ടാമത് അഡീഷണൽ കോസ്റ്റ് വന്നു. പിന്നെ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ സൈഡിൽ ഓപ്പൺ റെയിൻ വാട്ടർ കിട്ടാവുന്ന രീതിയിൽ ഒരു സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതും പിന്നീട് എനിക്ക് കവർ ചെയ്ത് കളയേണ്ടി വന്നു. കാരണം മഴ പെയ്യുന്ന സമയത്ത് കാറ്റടിച്ച് സിറ്റ് ഔട്ടിലേക്ക് വെള്ളം വീണ് കാർന്നുമാരൊക്കെ നടന്നു വരുന്ന സമയത്ത് തെന്നി വീഴുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായി. അപ്പോൾ വീട് ഡിസൈൻ ചെയ്യുമ്പോൾ, കേരളത്തിൽ വീട് ഡിസൈൻ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്ക്, മഴയ്ക്കും വെയിലിനൊക്കെ അനുയോജ്യമായിട്ടുള്ള ഡിസൈൻ ചെയ്യുക, അതിനനുസരിച്ചുള്ള മെറ്റീരിയൽ സെലക്ട് ചെയ്യുക. മറ്റു രാജ്യങ്ങളിൽ കാണുന്ന വീടുകളുടെ മോഡൽ ഫോളോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.